ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന കാറ്റഗറിയിൽ പെടുന്ന ഹൈപ്പർസോണിക് മിസൈലിന്റെ പരീക്ഷണം ഏതാനും മാസങ്ങൾക്ക് ശേഷം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആദ്യ പരീക്ഷണമാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇന്ത്യ നടത്താൻ വേണ്ടി പോകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന കാറ്റഗറിയിൽ പെടുന്ന ഈ ധ്വനി എന്ന് പറയുന്ന മിസൈൽ? പലർക്കും അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവുമില്ല. ഏതൊക്കെ രാജ്യങ്ങളുടെ കൈവശമാണ് ഇത്തരത്തിലുള്ള ഈ ഗ്ലൈഡ് വെഹിക്കിൾ മിസൈൽ ഉള്ളത്? മറ്റ് ഈ ഹൈപ്പർസോണിക്കിൽ പെടുന്ന എല്ലാ മിസൈലും ഈ ഗ്ലൈഡ് വെഹിക്കിൾ മിസൈലാണോ? എല്ലാത്തരം ഹൈപ്പർസോണിക് മിസൈലും ഗ്ലൈഡ് വെഹിക്കിൾസ് അല്ല. ഹൈപ്പർസോണിക് മിസൈലുകൾ രണ്ട് തരത്തിലാണ്. ഒന്ന് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലും രണ്ടാമത്തേത് ഗ്ലൈഡ് വെഹിക്കിൾസ്. ഇന്ത്യ ഈ രണ്ടും ഒരേപോലെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പരീക്ഷണം വരുന്ന മാസങ്ങളിൽ നടക്കും. സത്യത്തിൽ ഇത് ആദ്യത്തെ പരീക്ഷണമൊന്നുമല്ല. 2023 മുതൽ ഇന്ത്യ അതീവ രഹസ്യമായിട്ട് ഈ പരീക്ഷണം നടത്തുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് പ്രഖ്യാപനം നടത്തിയതിനു ശേഷം, അനൗൺസ്മെന്റ് നടത്തിയതിനു ശേഷം നടത്തുന്ന ആദ്യത്തെ പരീക്ഷണമാണിതെന്ന് എനിക്ക് തോന്നുന്നത്. 2023 ഇന്ത്യ ഒരു അഗ്നി മിസൈൽ അഗ്നി 5 വിക്ഷേപിച്ചപ്പോൾ അതിൻ്റെ ആ മിസൈലിൽ നിന്നും മറ്റൊരു പിന്നെ ഓരോ ഘട്ടങ്ങൾ, മിസൈലിൻ്റെ ഓരോ സ്റ്റേജ് കഴിഞ്ഞിട്ട് അത് കത്തിത്തീരും. അപ്പോൾ അങ്ങനെയുള്ള ചില ഫോട്ടോകൾ എടുത്തിട്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ അഗ്നി 5 മിസൈൽ അല്ല, മറ്റൊരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളാണ് പരീക്ഷിച്ചതെന്ന് ചൈന പറഞ്ഞിരിക്കും. അങ്ങനെയാണ് ലോകം ആദ്യമായിട്ട് ഇത് ശ്രദ്ധിച്ചത്. ചൈന ഇന്ത്യയുടെ ഹൈപ്പർസോണിക് മിസൈൽ വികസനത്തെ അതീവ താല്പര്യത്തോടും അതീവ ശ്രദ്ധയോടും കൂടി ചൈന കൃത്യമായിട്ട് പിന്തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ K4 മിസൈൽ അന്തർവാഹിനിയിൽ നിന്നും പരീക്ഷിച്ചപ്പോഴും ചൈന 5ഓളം ചാര കപ്പലുകൾ പല ഭാഗത്തായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിന്, അതായത് ബംഗാൾ ഉൾക്കടലിൻ്റെ ഒക്കെ പല ഭാഗത്തായിട്ട് വിന്യസിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ആ മിസൈൽ വിക്ഷേപണം പഠിച്ചത്. അപ്പോൾ ഇപ്പോൾ വിക്ഷേപിക്കാൻ പോകുന്നത് ധ്വനി എന്നാണ് ഈ മിസൈലിന് പേരിട്ടിരിക്കുന്നത്. ഇത് പ്രാഥമികമായിട്ട് 1500 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ്. ഇത് സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ചിട്ടാണ്. റാം ജെറ്റും സ്ക്രാം ജെറ്റും ഒരേ എഞ്ചിനാണ്. സ്ക്രാം ജെറ്റ് എന്ന എഞ്ചിനാണ് ഇത് ഉപയോഗിക്കുന്നത്. റാം ജെറ്റ് പോലെ തന്നെ അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ വലിച്ചെടുത്താണ് സ്ക്രാം ജെറ്റും പ്രവർത്തിക്കുന്നത്. ഈ രണ്ടിനുമുള്ള ഒരു സമാനതയാണത്. പക്ഷേ റാം ജെറ്റിനേക്കാൾ ഉയർന്ന വേഗത്തിൽ, റാം ജെറ്റിനേക്കാൾ ദീർഘനേരം ആ വേഗത നിലനിർത്താനും കഴിയുന്ന എഞ്ചിനാണ് സ്ക്രാം ജെറ്റ്. SCRAM, സ്ക്രാം JET. മറ്റേത് RAM JET ആണ്. അങ്ങനെ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത്, നമ്മൾ ഈ മിസൈലിന് ഓക്സിഡൈസർ ഉണ്ട്. അതായത് പ്രൊപ്പല്ലന്റിനെ ജ്വലിപ്പിക്കാനായിട്ട് ഓക്സിജനും കൂടെ വേണം. ആ ഓക്സിജൻ ലിക്വിഡ് ഓക്സിജൻ ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. അങ്ങനെ ലിക്വിഡ് ഓക്സിജൻ വേണ്ട. ലിക്വിഡ് ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുകയും മറ്റ് ഒരു പതിനായിരമോ 12,000 കിലോമീറ്റർ ദൂരപരിധി, അതായത് ഇവിടുന്ന് ഈ മിസൈൽ അമേരിക്കയുടെ പോലും ഏത് ഭാഗത്തും ചെല്ലാൻ സാധ്യതയുള്ള മിസൈൽ ഇത് മാറ്റി പറ്റുന്നുമില്ല. അങ്ങനെയുള്ള ഒരു മിസൈലാണ് ഇപ്പോൾ ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്ന ധ്വനി. ഈ ധ്വനി ഇതിൻ്റെ പ്രാഥമിക പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞു. അതുപോലെ നമ്മുടെ സ്ക്രാം ജെറ്റ് എഞ്ചിൻ്റെ പൂർണ്ണമായ പരീക്ഷണം കഴിഞ്ഞ് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അതിനെ മേറ്റ് ചെയ്യുക എന്ന് പറയും, മിസൈലുമായിട്ട് ഘടിപ്പിക്കുക, ഒന്നിപ്പിക്കുക. അങ്ങനെ ഒന്നിപ്പിച്ച ശേഷം നടത്തുന്ന ആദ്യത്തെ പരീക്ഷണമായിരിക്കും ഇത് എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതാണ് ഇതിനകത്തിലെ ആദ്യത്തെ ഒരു പ്രത്യേകത. ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ പല ആൾക്കാരും സംശയിക്കും, ലോകത്തിലെ പലയിടത്തും പല രാജ്യങ്ങൾക്കും ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാന്റെ കൈവശം, മലയാള പത്രങ്ങളിൽ പലതും ഞാൻ കണ്ടിട്ടുണ്ട്, ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈൽ എന്നും മറ്റ് ഉത്തര കൊറിയ ഹൈപ്പർസോണിക് മിസൈൽ എന്നും. അതൊന്നും ഹൈപ്പർസോണിക് മിസൈൽ അല്ല. ഏതൊരു ബാലിസ്റ്റിക് മിസൈലും
റീ എൻട്രി നടത്തുമ്പോൾ, അതായത് ആദ്യം ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് കുതിച്ചുയർന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിന് വെളിയിൽ ചെന്നിട്ട് പിന്നെ തിരിച്ച് താഴോട്ട് വരും. അപ്പൊ താഴോട്ട് വരുമ്പോൾ ഈ ഗുരുത്വാകർഷണത്തിന്റെ ഗ്രാവിറ്റിയുടെ ശക്തി മൂലം മിസൈലിന്റെ വേഗത വർദ്ധിക്കും. അങ്ങനെയുള്ള റീ എൻട്രി നടക്കുമ്പോഴാണ് ആ മിസൈലിന് ഹൈപ്പർസോണിക് വേഗത കൈവരും. പക്ഷെ അതിനൊരു പ്രയോജനമില്ല. കാരണം അങ്ങനെ കൈവരുന്ന ഹൈപ്പർസോണിക് വേഗത ഉണ്ടെങ്കിലും ആ മിസൈല് പ്രഡിക്റ്റബിൾ പാത്തിലൂടെയാണ്, അതായത് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന ഒരു പാതയിലൂടെയാണ് ആ മിസൈല് താഴേക്ക് വരുന്നത്. അപ്പം മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് തീർച്ചയായിട്ടും അതിന് വേഗത കൂടുതലുണ്ടെങ്കിലും അതിനെ കൃത്യമായിട്ട് തടുക്കാൻ പറ്റും. പക്ഷേ ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളോ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിലോ അങ്ങനെ അല്ല. അതിന് അത് മാനുവറബിൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. അതായത് അത് നമുക്ക് നിയന്ത്രിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടിത്തിരിക്കാം. അത് വരുന്ന കൂട്ടത്തിൽ ഒന്ന് കറങ്ങിയിട്ടായിരിക്കും ലക്ഷ്യസ്ഥാനത്തോട്ട് പോകും. അപ്പം ഞാനിത് പറഞ്ഞെങ്കിൽ ഇനി ഞാൻ ഈ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിനെ കുറിച്ച് സത്യത്തിൽ അതുകൂടെ ഒന്ന് പറയണം. ഇതിന്റെ പ്രവർത്തനം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വിഷയം നിർത്താം. അപ്പോൾ ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എങ്ങനെയാണ്, അതിന് ചിലതിന് മാത്രമേ, ചില ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസിന് മാത്രമേ സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉള്ളൂ. ഇനി എഞ്ചിൻ ഇല്ലാതെ തന്നെ ഇത് പ്രവർത്തിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഇത് ആകാശത്തിലേക്ക് പോകുന്നത് ഒരു ബൂസ്റ്റർ അല്ലെങ്കിൽ മറ്റൊരു മിസൈലിൽ കയറിയിട്ടായിരിക്കും. എന്നിട്ട് ഇതൊരു നിശ്ചിത ദൂരം ചെന്നിട്ട് അവിടുന്ന് അത് വേർപെടും. അതാണ് ഞാൻ പറഞ്ഞത് 2023 അഗ്നി 5 അതിന്റെ പുറത്ത് ഇങ്ങനൊരു മിസൈലും ഘടിപ്പിച്ചിരുന്നു. അഗ്നി 5 ഒരു ഭാഗം കത്തിത്തീർന്നപ്പോൾ അവിടെ നിന്നും ഇത് വിക്ഷേപിക്കപ്പെടുകയും ഇത് പിന്നെ ഇതിൻ്റെ ഒരു വലിയ ശക്തിയോടെ ഇതിങ്ങനെ വളഞ്ഞു പുളഞ്ഞ് ഒരു മിസൈൽ പോകുന്നു. ഒരു തീക്കനൽ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് അന്തരീക്ഷത്തിലൂടെ ഏതാണ് ഈ കോമറ്റുകളൊക്കെ പോകുന്ന രീതിയിൽ ഒരു തീക്കനൽ പോലെ ഒരു രൂപം പോകുന്നതാണ് ചൈനീസ് മാധ്യമങ്ങളും അതുപോലെ പ്രതിരോധ ഏജൻസികളും ഒക്കെ പുറത്തുവിട്ട ചിത്രം. അപ്പോൾ അത് ഗ്ലൈഡ് വെഹിക്കിളാണ്. അപ്പോൾ ഈ ഗ്ലൈഡ് വെഹിക്കിള് മറ്റൊരു റോക്കറ്റിന്റെ അല്ലെങ്കിൽ മറ്റൊരു മിസൈലിന്റെ സഹായത്തോടുകൂടി ആകാശത്ത് ചെന്നിട്ട് ഒരു പ്രത്യേക ദൂരം ചെന്നിട്ട് അത് അതിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഈ കുട്ടികൾ ആകാശത്തിലേക്ക് ഈ പേപ്പർ കൊണ്ട് വിമാനം ഉണ്ടാകത്തില്ലയോ, അപ്പോൾ അതിങ്ങനെ ഗ്ലൈഡ് ചെയ്ത്, അതിന് എഞ്ചിനൊന്നും ഇല്ലല്ലോ, പക്ഷെ അതിങ്ങനെ ഒഴുകി ഇറങ്ങും. അപ്പം നമ്മളുമൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. ഒരു കടലാസ് കൊണ്ടൊരു വിമാനം ഉണ്ടാക്കി വിട്ടാൽ അതിങ്ങനെ ഒഴുകി കറങ്ങി ഇങ്ങനെ പോവും, അങ്ങനെ ലക്ഷ്യസ്ഥാനത്തിൽ. അപ്പോൾ അങ്ങനെ ചെയ്യും. അതാണ് ഗ്ലൈഡ് വെഹിക്കിൾ. പക്ഷേ അതേസമയം ആ ഗ്ലൈഡ് വെഹിക്കിളിന് സ്വന്തമായിട്ട് സ്ക്രാംജെറ്റ് എഞ്ചിനും ഘടിപ്പിക്കാം, അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്ന എഞ്ചിൻ ഘടിപ്പിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഒന്ന്. ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് അത് തുടക്കം തൊട്ട് അതിന് വേറൊരു ബൂസ്റ്ററിൻ്റെയോ വേറൊരു മിസൈലിൻ്റെയോ ഒന്നും സഹായത്തോടല്ല അത് ആകാശത്തിലേക്ക് ഉയരുന്നത്. അത് എഞ്ചിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ആദ്യമേ തന്നെ ആകാശത്തേക്ക് ഉയരുന്നത്. അത് സാധാരണ ഒരു ക്രൂയിസ് മിസൈൽ പോലെ തന്നെ ഭൂമിയിൽ നിന്നും വളരെയധികം ഉയരത്തിലല്ലാതെ ഒരു നിശ്ചിത ഒരു താഴ്ന്നു പറന്നുകൊണ്ട് മറ്റേത് ക്രൂയിസ് മിസൈലിനെയും പോലെ അത് റഡാറിന്റെ കണ്ണിൽ പെടാതെ അങ്ങനെ പറന്നുപോയി. അതേസമയം വേഗത ഈ രണ്ടിനും മാക്ക് 6 മുകളിലായിരിക്കും. അതായത് ശബ്ദത്തെക്കാൾ ഒരു 6, 7, 8 ഇരട്ടി വേഗതയിലൊക്കെ ആയിരിക്കും, മാക്ക് 7, 8 ഒക്കെ ആയിരിക്കും ഇത് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരേ സമയം മാനുവറബിൾ ആണ്. അതേസമയം തന്നെ ഈ മിസൈല് ശബ്ദത്തിനേക്കാൾ 6, 7 ഇരട്ടി വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ക്രൂയിസ് മിസൈലുണ്ട്, അത് ഗ്ലൈഡ് വെഹിക്കിൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് അപൂർവമായിട്ടുള്ളൊരു മിസൈലാണ്. ഈ മിസൈൽ തൽക്കാലം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തകർക്കാൻ പറ്റത്തില്ല. അമേരിക്കയുടെ താഡിനാണെങ്കിലും ഇസ്രായേലിന്റെ അയൺ ഡോമിനാണെങ്കിലും ഒന്നും തകർക്കാൻ പറ്റാത്ത മിസൈലാണ്. ചൈനയാണ് ഈ മേഖലയിലെ ഏറ്റവും കരുത്തുറ്റ രാജ്യം. ചൈന DF-2 എന്ന് പറയുന്ന ഒരു ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. റഷ്യയുടെ ഉണ്ട് കിൻഷാൽ എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് മിസൈലാണ്. US-ന് ഇതുവരെ പ്രോപ്പറായിട്ട് ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഇല്ല. അമേരിക്ക ഇതിൻ്റെ ഗവേഷണത്തിൽ വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും പ്രോപ്പർ ഹൈപ്പർസോണിക് ടെക്നോളജി അവർക്ക് ലഭ്യമായിട്ടില്ല. അമേരിക്ക ആരോപിക്കുന്നത് ഹൈപ്പർസോണിക് ടെക്നോളജി ഇന്ത്യക്ക് നൽകിയത്, ഇതിൻ്റെ പ്രാഥമിക തത്വങ്ങളൊക്കെ ഇന്ത്യക്ക് പകർന്നു നൽകിയത് റഷ്യയാണെന്നാണ്. നമ്മുടെ ബ്രഹ്മോസ് സൂപ്പർസോണിക്കാണ്. അപ്പോൾ ആ മിസൈൽ തടുക്കാൻ ഇന്ന് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഹൈപ്പർസോണിക് മിസൈലായ ഇന്ത്യയുടെ വരാനിരിക്കുന്ന ധ്വനി ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ? ബ്രഹ്മോസിന് മാക്ക് 3 താഴെയാണ്, മാക്ക് 2.7 ഒക്കെയാണ് അതിൻ്റെ വേഗത. അപ്പം മാക്ക് 7 മാക്ക് 8 പറക്കുന്ന ഒരു മിസൈലിനെ തടുക്കാൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒന്നും തന്നെ കഴിയില്ല.
ഇതിൽ ന്യൂക്ലിയർ ആയുധങ്ങളും വഹിക്കാം. ഇപ്പോൾ 1500 കിലോമീറ്റർ ദൂരപരിധിയുള്ളതാണ് ആദ്യം പരീക്ഷിക്കുന്നത്. ഇത് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ദൂരപരിധി കൂട്ടാവുന്നതാണ്. ഇതിന് വലിയ ടെക്നോളജിയുടെ വ്യത്യാസമൊന്നുമില്ല. ഇന്ത്യ അടുത്ത ഘട്ടത്തിൽ അത് 6000 കിലോമീറ്റർ 8000 കിലോമീറ്റർ ആയിട്ട് വർദ്ധിപ്പിക്കും. പിന്നീട് അത് 10000 12,000 കിലോമീറ്ററിലധികമുള്ള ഒരു ദൂരപരിധിയുള്ള ഒരു മിസൈലാക്കി മാറ്റിയെടുക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ 2026 തുടക്കത്തിൽ ആദ്യ പകുതിയിൽ തന്നെ ഈ മിസൈൽ വിക്ഷേപിക്കുമെന്നാണ് ഇന്നലെ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.